രതീഷ് അതിൽ സൂപ്പർ സ്റ്റാർ ഒരേ ഒരാളുള്ളൂ. ഗജവീരന്മാരിൽ അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. ആദിത്യൻ ഫോളോ ചെയ്യുന്നുണ്ട്. നേരത്തെ ഗോകുൽ വിശേഷങ്ങൾ പങ്കുവച്ചു. അവിടെ നിന്ന് നെറ്റിപ്പട്ടവും കണിഞ്ഞ് തിടമ്പേറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനുള്ളത് ലാലൂർ ഭഗവതിയുടെ മേളം കൊട്ടിക്കയറിക്കൊണ്ട് കലാശത്തിലേക്ക് എത്താറായിരുന്നുള്ളേ. പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ പെരുകണം. ഇങ്ങനെ എരമ്പി വരണം. ഒരുപാട് പൂരക്കാരുണ്ട്. ഇവിടെ വന്നേ. ഞാൻ പാലായിന്ന് വന്നു. പാലക്കാരനാണ് കേട്ടോ. പാലക്കാർക്ക് പൂരത്തിന്റെ ആവശ്യം എങ്ങനെയാ? പണ്ട് മുതലേ അച്ഛൻ്റെ കൂടെ പൂരങ്ങളിൽ പൂരം കൂടാൻ വരുമായിരുന്നു. അന്ന് തൊട്ടേ ഈ ആവേശം നമ്മുടെ തലയിൽ കയറിയിരിക്കുന്നതാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശം കയറിയത് അത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ പണ്ട് മുതലേ ഉത്സവങ്ങൾ, മേളങ്ങൾ പണ്ട് തൊട്ടേ നമുക്ക് ഹരമായിരുന്നു. ആ ഹരം നമുക്ക് ഇവിടെ എൻ്റെ അച്ഛനെ എല്ലാ അമ്പലങ്ങളും എന്നെ പണ്ട് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ആ ശക്തി പകർന്നു കിട്ടിയത്. ഹരം പൂരാവശ്യത്തിലേക്ക് വന്നു അല്ലേ? എവിടെ സ്ഥലം എവിടെയാ? ഏങ്ങണ്ടൂര്. തൃശ്ശൂർ തന്നെ. എങ്ങനെയുണ്ട്? എത്രാമത്തെ പൂരാ? രണ്ടാമത്തെ പൂരം. ഏങ്ങണ്ടൂരുകാരൻ രണ്ടാമത്തെ പൂരമായുള്ള ആ മോശമായില്ല. എന്റെ ഇതിനു മുമ്പൊക്കെ വരാത്ത? എന്റെ ഇതിനു മുമ്പ് വരാത്ത? എങ്ങനെയുണ്ട്? വന്നപ്പോ എങ്ങനെയുണ്ട്? നേരത്തേക്ക് വരാത്ത മോശമായി തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. വന്നതാ നന്ന് അല്ലേ? എന്താ ചേട്ടാ പറ. തൃശ്ശൂരുകാരനാണോ? തൃശ്ശൂരുകാരൻ ഇവിടെ തൊട്ടടുത്തല്ലേ? തൊട്ടടുത്ത്. അങ്ങനെ അപ്പൊ തൊട്ടടുത്താകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് ആളുകളൊക്കെ സ്വീകരിക്കാനൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വീകരിച്ച ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. അതാ തീർച്ചയായും. വീട്ടിൽ വരുന്നവര് കാര്യങ്ങളൊക്കെ വരും. പൂരത്തിന് എല്ലാം ഭംഗിയായിട്ട് പിന്നെ ഇവിടെ വന്ന് പൂരത്തിന്റെ പിറ്റേ ദിവസം തന്നെ പോകുള്ളൂ. അല്ല, നാളെയാണല്ലോ യഥാർത്ഥത്തിൽ. നാളെയാണ് നിങ്ങളുടെ പൂരം. ഇന്ന് ഈ പാലക്കാരുടെയും ഇടുക്കിക്കാരുടെയും ഇടുക്കിക്കാരുടെയൊക്കെ നാളെയാണ് തൃശ്ശൂരുകാർ. നാളെയാണ് തൃശ്ശൂരുകാരെ സ്ത്രീകളൊക്കെ കാണുന്ന പൂരം. ഉച്ചവരയ്ക്ക് മേളം കാര്യങ്ങളുണ്ടാവും. ഇടയ്ക്ക് മേഘങ്ങൾ വരുന്ന ചെറിയൊരു ആശ്വാസമുണ്ട്. മങ്ങി നിൽക്കണ കാരണം അതൊക്കെ കാണാൻ സൗകര്യമുണ്ട്. ശരി, എന്തായാലും ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലാണ്. പക്ഷേ എങ്ങനെയുണ്ട് സാർ നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്തായാലും സന്തോഷമാണ്. അപ്പോൾ കേരള പോലീസിന് വലിയ നിര തന്നെയുണ്ട്. ഒപ്പം എന്താ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കുടിവെള്ളം എല്ലാവർക്കും എത്തിക്കുന്നുണ്ട്, സംഭാരം എത്തിക്കുന്നുണ്ട്, ഭക്ഷണ വിതരണമുണ്ട്. ഇതാ പലയിടങ്ങളിൽ നിന്ന്. എവിടുന്നാ സ്ഥലം? എവിടുന്നാ? 10 കൊല്ലമായി. ഏതോ ഒന്ന് കാണാൻ മിസ്സുണ്ടോ? മഠത്തിൽ വരും കണ്ടിട്ടില്ല ഇതുവരെ. മിസ്സായി പോയി. അതെയോ? അപ്പൊ ഇത്തവണ കണ്ടിട്ടേ പോകും. ശരി, നാളെ ഉച്ച കഴിഞ്ഞ ഉപചാരം ചൊല്ലി പിരിഞ്ഞിട്ട് വേണം പൂരം അവസാനിപ്പിച്ചിട്ട് വേണം പോകാൻ. പൂരത്തിന്റെ ഇടയിൽ നമുക്ക് വിശപ്പൊന്നും ആവുന്നില്ലല്ലോ. വെള്ളം കുടിക്കാം. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു പൊട്ടിക്കയറി തുടങ്ങിയിട്ടുണ്ട്. വിഷയ് അതിന്റെ ഒരു കലാശത്തിലേക്ക് എത്താറായിട്ട് നമുക്ക് ഇപ്പം അതായത് ലാലൂരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുറകിൽ അയ്യന്തോളുണ്ട്. അതായത് ലാലൂരിന്റെ ഈ ഒരു പെരുക്കം കഴിയുമ്പോഴേക്കും അയ്യന്തോളിന്റെ പെരുക്കം തുടങ്ങും. അപ്പം ആ മേളത്തിന് അവിടെ മുമ്പിൽ നിൽക്കുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചാണ്. അവിടെ എല്ലാവരുടെയും കൈതാ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ആ മേളത്തിന്റെ താളത്തിനൊത്തിങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചൂടൊന്നൊരു വിഷയമല്ല എന്നുള്ളതാണ്. പിന്നെ ആനകളെ സംബന്ധിച്ചിടത്തോളം ആനകൾക്ക് മുകളിലെല്ലാം തന്നെ ഷെയ്ഡൊക്കെ ഒരുക്കി നല്ല ഒരു തണലത്ത് നിന്നുകൊണ്ട് ഈ പൂരത്തിന് പങ്കെടുക്കാമെന്നുള്ളതാണ് ആനകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സൗകര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അതൊക്കെ എന്തായാലും ഹൈക്കോടതിയുടെയൊക്കെ നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതുവരേക്കും. കൂടുതലായി ചേട്ടാ എവിടെ നിന്ന് വരുന്നത്? എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൂരം? എങ്ങനെയുണ്ട്? അടിപൊളി കളർഫുൾ തന്നെ. ഏതൊക്കെ ഇനത്തിൽ സാധാരണ കാണാം? എല്ലാം ഒന്നും നമുക്ക് ഓടിച്ചെന്ന് കാണാൻ പറ്റില്ല. രാവിലെ തന്നെ വരാൻ പറ്റുള്ളൂ. ഇറങ്ങിത്തിറക്കി കയറുണ്ടോ? ഇല്ല. ഭയങ്കര തിരക്കാ. കുടമാറ്റം കാണുമോ? അത് നോക്കണം. കൊച്ചു കുഞ്ഞിതായിരുന്നു. മോളുടെ ആദ്യത്തെ പൂരാണോ അതോ മുമ്പ് കഴിഞ്ഞ മോളെ പൂരം കണ്ടോ? ആന എവിടെയാ കണ്ടാ? കൊട്ട് മേളം കേട്ടാ? എങ്ങനെയാ മേളത്തിന് താളം പിടിക്കുക? എങ്ങനെയാ താളം പിടിക്കുക? നാണക്കാരിയാണോ? ചെറുതായിട്ട്. ചേച്ചി എങ്ങനെയുണ്ട് പൂരൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇന്ന് ഇനി ഇപ്പൊ എപ്പോഴാ തിരിച്ചു പോവാ വീട്ടിലേക്ക്? ആണോ? വീട് എവിടെയാ പറഞ്ഞേ? കല്ലൂര്. അവിടെ അടുത്ത് തന്നെ. അപ്പൊ തൃശ്ശൂരുകാര് നിറഞ്ഞു നിൽക്കുകയാണ്. പലർക്കും ഈ കുഞ്ഞുങ്ങളായി വരുമ്പോഴുള്ള പ്രശ്നം, കുഞ്ഞുങ്ങളുടെ സുരക്ഷ നോക്കണം. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് പൂരാവേശമൊക്കെ ശരിയാണ്, പക്ഷേ വെള്ളം കൃത്യമായി കുടിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കടുത്ത ചൂടിൽ നമുക്ക് ശാരീരിക പ്രശ്നങ്ങളോട് അതിന് പ്രത്യേക മെഡിക്കൽ സംഘമൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട്. എന്ത് അത്യാവശ്യ ഘട്ടങ്ങളിലും അതിനുവേണ്ട സേവനങ്ങളൊക്കെ തയ്യാറാണ്. അപ്പോൾ എവിടെയാ സ്ഥലം? എവിടെയാ? തൃശ്ശൂർ. എങ്ങനെയുണ്ട് വന്നിട്ട് പൂര ആവേശം? കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ദേശമാണ്?
ഏത് ഭഗവതിയുടെ കൂടെയാണ് വരുന്നത്? തിരുവമ്പാടി കണ്ണൻ അല്ലേ? അപ്പോൾ തിരുവമ്പാടിയിലും പാറമേക്കാവിലും ഇത്തവണ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരാളാണ് വെടിക്കെട്ടിൽ, കുടമാറ്റത്തിൽ എന്തെങ്കിലുമൊക്കെ കൗതുകങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ് പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം മെസ്സി ഉണ്ടായിരുന്നു. മെസ്സിന്റെ കൗതുകങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തു വിടില്ല. വൈകുന്നേരം അറിയില്ല. നല്ലൊരു മത്സരം വേണമെന്നുണ്ടോ? ഞങ്ങളുടെ ദേശം ജയിക്കണം അല്ലേ? മത്സരം വേണം. നല്ലൊരു രസമുള്ളൂ. നല്ല രസമുള്ളൂ. ആരോഗ്യപരമായ കുടമാറ്റത്തിന്റെ ആ നടുവിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? കുടമാറ്റം കണ്ടിട്ടുണ്ടോ? കുടമാറ്റം നടുവിലേക്ക് പോയിട്ടില്ല, അതിന്റെ ഇടയിൽ നിന്ന് കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ ഉള്ള ഒരു ആവേശം എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് പറയാൻ പറ്റത്ര ആവേശമാണ് ഇത്.